നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ആദ്യം എണ്ണുക തപാൽ വോട്ടുകളാണ്. 15,000 ഉദ്യോഗസ്ഥർ സജ്ജമായി. 85-ന് മുകളിൽ സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് UDF. തുടർഭരണം കിട്ടുമെന്ന് LDFും കരുതുന്നു. അതേസമയം ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും കിട്ടുമെന്നാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. തരംഗമെങ്കിൽ 100 സീറ്റ് വരെ കിട്ടി അധികാരത്തിലെത്തുമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. ഏതു സാഹചര്യത്തിലും 80-ന് മുകളിൽ സീറ്റ് UDF ഉറപ്പിക്കുന്നു. എക്സിറ്റ് പോളുകൾ എല്ലാം പ്രവചിച്ച ഭരണമാറ്റം പ്രതിപക്ഷ നിരയെ ആവേശം കൊള്ളിക്കുകയാണ്. അതേസമയം എക്സിറ്റ് പോളുകൾ തള്ളുന്ന LDF ഭരണ തുടർച്ചയെന്ന പ്രതീക്ഷയിലാണ്. 75 സീറ്റ് വരെ കിട്ടുമെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ നിയമവും കഴക്കൂട്ടവും ഉറപ്പിക്കുന്ന BJP ഏതാനും ചില മണ്ഡലങ്ങളിൽ അട്ടിമറി ജയവും പ്രതീക്ഷിക്കുന്നു. നേമത്തെ ജയം BJPക്ക് ഏറെ പ്രധാനമാണ്. എരുമപ്പെട്ടിയിൽ വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി അണ്ടേക്കാട്ട് പീടികയിൽ അബ്ബാസിന്റെ മകൻ 31 വയസ്സുള്ള അബു താഹിറാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 7:30 ഫൊറോന പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. രാവിലെ നടക്കാനിറങ്ങിയതായിരുന്നു അബു താഹിർ. റോഡരികിലൂടെ നടക്കുമ്പോൾ പിറകിലൂടെ അമിത വേഗത്തിൽ വന്ന ഇന്നോവ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കുപറ്റിയ അബു താഹിറിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കാർ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിലെ PROയാണ് അബു താഹിർ. പുന്നയൂർ പഞ്ചായത്ത് അടച്ചുപൂട്ടിയ ആലാപ്പാലം ആധുനിക വാതക ശ്മശാനം LDF ജനപ്രതിനിധികൾ സന്ദർശിച്ചു. അകാരണമായി അടച്ചുപൂട്ടിയ ശ്മശാനം എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. ഭരണസമിതി നിർദ്ദേശിച്ച ജില്ലാതല ഉദ്യോഗസ്ഥ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ശ്മശാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതായി കണ്ടെത്താനായിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥ മേധാവികൾ പറഞ്ഞു. ശ്മശാനം പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു തരത്തിലുള്ള തടസ്സവുമില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ശ്മശാനം അകാരണമായി അടച്ചുപൂട്ടിയതുമൂലം 1.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഗ്രീൻ ബെൽറ്റ് ഉൾപ്പെടെയുള്ള ചെടികൾ പൂർണ്ണമായും ഉണങ്ങിയതായും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. ശ്മശാനം അടിയന്തരമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തു. LDF പാർലമെന്ററി കമ്മിറ്റി ലീഡർ ബാബു മാസ്റ്റർ, ഷഫീന മുനീർ, ഷൈബ ദിനേശൻ, ഷൈമജ നസീർ, ഫൗസിയ ഹാഷിം എന്നിവരടങ്ങിയ ജനപ്രതിനിധി സംഘമാണ് ശ്മശാനം സന്ദർശിച്ചത്. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ഇടവക ദേവാലയത്തിൽ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഇടയ സന്ദർശനം നടത്തി. രാവിലെ ദേവാലയത്തിലെത്തിയ സഹായമെത്രാനെ കൊടിമരത്തിന് സമീപത്ത് ഇടവക വിശ്വാസികൾ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് മാർ ടോണി നീലങ്കാവിൽ കാർമ്മികനായി ദിവ്യബലിയും നടന്നു. സഹായമെത്രാന്റെ കാരുണ്യനിധിയിലേക്ക് ഇടവക വിശ്വാസികൾ കാഴ്ച സമർപ്പണം നടത്തി. തുടർന്ന് ഇടവക വിശ്വാസികൾക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം സഹായമെത്രാൻ പങ്കെടുത്തുകൊണ്ട് ഇടവക പൊതുയോഗം നടത്തി. ഇടവകയിലെ വിവിധ ഭക്തസംഘടനകൾ, യുവജനങ്ങൾ, മതബോധന അധ്യാപകർ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, കൈക്കാരന്മാർ തുടങ്ങിയവരുമായി സഹായമെത്രാൻ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് ഇടയ സന്ദർശനം പൂർത്തിയാക്കി മാർ ടോണി നീലങ്കാവിൽ മടങ്ങിയത്. വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ജോയ് പാലയൂർ, വിൻസെന്റ് ചുങ്കത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പെരുമ്പിലാവ് മാർ ഒസ്താത്തിയോസ് ട്രെയിനിംഗ് കോളേജ്, IQAC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സഹയാത്ര മെയ് 6 മുതൽ 12 വരെ കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രശാന്ത് മാസ്റ്റർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ക്യാമ്പിന്റെ മുന്നോടിയായി കടവല്ലൂർ സ്കൂളിൽ സംഘാടക സമിതി രൂപീകരിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് PI അധ്യക്ഷത വഹിച്ചു. MOTC മാനേജർ ഗ്രിഗറി P ചാക്കോച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റംഷിയ, 1-ാം വാർഡ് മെമ്പർ ബിന്ദു AP, 15-ാം വാർഡ് മെമ്പർ റസാഖ്, MPTA പ്രസിഡന്റ് ജാസ്മിൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദർശന, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ശ്രീകുട്ടൻ, MOTC സ്റ്റാഫ് സെക്രട്ടറി നിഷ, GTA അംഗം ഗോപിനാഥ് തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി രക്ഷാധികാരികളായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, ഹസീന അഷ്റഫ്, ഗ്രിഗറി P ചാക്കോച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റംഷിയ, GTA വൈസ് പ്രസിഡന്റ് ഉല്ലാസ്, വാർഡ് മെമ്പർ ബിന്ദു AF, കൺവീനർ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് PI
ചെയർമാൻ, അനാമിക ഗോപിനാഥ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. യുവത്വം ഗ്രാമത്തിന്റെ സമഗ്രതയ്ക്കായി എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടക്കും. ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ വി സി ബിനോജ് പദ്ധതി വിശദീകരിച്ചു. യോഗത്തിന് NSS പ്രോഗ്രാം ഓഫീസർ രാജി TK സ്വാഗതവും NSS സെക്രട്ടറി കൃഷ്ണേന്ദു നന്ദിയും പറഞ്ഞു. പാചകവാതക വിലവർദ്ധനവ് ഡിവൈഎഫ്ഐ കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പെരുമ്പിലാവ് സെന്ററിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഷിനോസ് കരിക്കാട് നിർവഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗം ഉല്ലാസ് തിപ്പലശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഷാഫി കടവല്ലൂർ, ശ്രീജിത്ത് കൊരട്ടിക്കര, പ്രജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് ഹസൻ കല്ലുംപുറം സ്വാഗതവും വൈസ് പ്രസിഡന്റ് അഫ്സൽ ആലുങ്ങൽ നന്ദിയും പറഞ്ഞു. പാചകവാതക വിലവർദ്ധനവിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പെരുമ്പിലാവ് യൂണിറ്റ് പ്രതിഷേധ പ്രകടനം നടത്തി. പെരുമ്പിലാവ് സെന്ററിൽ നടന്ന പരിപാടിയിൽ KU കബീർ അധ്യക്ഷത വഹിച്ചു. KHRA സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം പ്രേംരാജ് ചുണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. അലിയാർ, റിയാസ്, ജെറിൻ, ഷിബിൻ, അബൂബക്കർ, കമറുദ്ദീൻ, കാസിം, യൂസുഫ്, ഷാഹുൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ടിക്ടാക് അഷ്റഫ് സ്വാഗതവും റാഷിദ് TK നന്ദിയും പറഞ്ഞു. തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ തലയിൽ ചിഹ്നം രേഖപ്പെടുത്തിയിരിക്കുകയാണ് എരുമപ്പെട്ടി കുട്ടഞ്ചേരി സ്വദേശി രാഗേഷ്. ചെത്തുതൊഴിലാളിയായ രാഗേഷ് കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ വിജയം പ്രതീക്ഷിച്ചാണ് ആഘോഷത്തിനായി തലയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളപ്പെടുത്തിയത്. രാഗേഷിന്റെ ആവേശം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്. നാല് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന വൈലത്തൂർ താമരക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ദ്രവ്യകലശവും സമാപിച്ചു. കാലത്ത് ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ഉപദേവതകൾക്കുള്ള ഒറ്റക്കലശം തുടങ്ങിയ വിശേഷാൽ പൂജകളുണ്ടായി. ക്ഷേത്രം തന്ത്രി മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി ഉണ്ണികൃഷ്ണൻ സഹകാർമ്മികനായി. തുടർന്ന് 11 മണിയോടെ ആരംഭിച്ച പ്രസാദകൂട്ടിൽ 1500ഓളം പേർ പങ്കെടുത്തു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് പ്രാദേശിക കമ്മിറ്റികളുടെ പൂരം വരവ്, എല്ലാ ദിവസവും വൈകിട്ട് അന്നദാനവും പ്രദേശവാസികളുടെയും വിവിധ കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. ചരമം പെരിങ്ങോട് ഷഹല ഓഡിറ്റോറിയത്തിന് സമീപം താമസിക്കുന്ന കണ്ണനായ്ക്കൽ പരേതനായ ചുമ്മാർ ഭാര്യ ചിന്നമ്മ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തും. സക്കറിയ, ഫാൻസി, ജെയ്സൺ, ബിജു എന്നിവർ മക്കളാണ്. പെരുമണ്ണൂർ പോസ്റ്റ് ഓഫീസിന് സമീപം താമസിക്കുന്ന ചേരത്ത് വളപ്പിൽ മൊയ്തു നിര്യാതനായി. 70 വയസ്സായിരുന്നു. ഖബറടക്കം ഞായറാഴ്ച രാവിലെ കൂറ്റനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഖദീജ ഭാര്യയും ഷാമില, ഷക്കീല, ഷജീർ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.